മുസ്ലിം ലീഗ് അവരുടെ അണികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ആരാണ് സ്ഥാനാർത്ഥി എന്ന് നോക്കേണ്ട, ചിഹ്നം മാത്രം നോക്കിയാൽ മതി. ഇത് സ്വരാജ് ജയിച്ചേക്കാം എന്ന് കരുതുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ കരുതുന്നവർ അടുത്ത് ആലോചിക്കേണ്ടത് സ്വരാജിന് ജയിക്കാനുള്ള വോട്ട് എവിടെ നിന്ന് വരും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് 45% അടിസ്ഥാന വോട്ടുകൾ ഉള്ളതിനാൽ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവസാന നിമിഷം വരെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതോടൊപ്പം UDF നേതൃത്വവും പറയുന്നത്. എന്നാൽ ഏതൊക്കെ ഘടകങ്ങളായിരിക്കും ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാക്കുക എന്നുള്ളൊരു ചോദ്യം ഉയരുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് ഇതിനു മുമ്പ് മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടു. അദ്ദേഹം പരാജയപ്പെടുന്നത് അൻവറിനോടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പോലും കിട്ടിയില്ല. അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി വരികയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ വിവാദങ്ങൾക്കെല്ലാം ഇടയിലാണ് ആര്യാടൻ ഷൗക്കത്തിന് തന്നെ സീറ്റ് കിട്ടുന്നു. PV അൻവറിൻ്റെ താല്പര്യമില്ലാതെ തന്നെ കിട്ടുന്നു. PV അൻവർ ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും, അത് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അസന്നിഗ്ധമായിട്ട് പറയുന്നത്. അഭിലാഷ് അവിടെ പോയി ഇത് റിപ്പോർട്ട് ചെയ്യുകയും നിലമ്പൂരിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്ത ആളാണ്. സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കാം ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുക? ഏതൊക്കെ ഘടകങ്ങളാണ് കാണുന്നത്? നിരവധി ഘടകങ്ങൾ അക്കാര്യത്തിലുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മണ്ഡലത്തിൻ്റെ സ്വഭാവമാണ്. മണ്ഡലം UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ UDFന് കനത്ത തിരിച്ചടിയേറ്റ തെരഞ്ഞെടുപ്പുകളിൽ പോലും UDFനൊപ്പം നിന്ന മണ്ഡലമാണ്. അനിതര സാധാരണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലല്ലാതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2006 നോക്കൂ, മലപ്പുറത്ത് UDFന് ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് 2006 അന്ന് PK കുഞ്ഞാലിക്കുട്ടി തോറ്റു, MK മുനീർ തോറ്റു, ET മുഹമ്മദ് ബഷീർ തോറ്റു. പക്ഷേ 18,000-ൽ പരം വോട്ടുകൾക്ക് അന്ന് ആര്യാടൻ മുഹമ്മദ് പിടിച്ചു നിന്നു. അതിനുശേഷം മണ്ഡല പുനർനിർണ്ണയം വന്നു. അപ്പോഴാണ് ആ UDF ക്യാരക്ടർ കുറച്ച് മാറിയത്. ഇപ്പോൾ UDFന് സ്ലൈറ്റ് എഡ്ജേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ വിവിധ ഘടകങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനെ തുണച്ചേക്കാം. ആ ഘടകങ്ങൾ ഒന്ന് ഭരണവിരുദ്ധ വികാരമാണ്. 10 കൊല്ലം 10ാമത്തെ കൊല്ലത്തിലേക്ക് കടന്ന ഭരണമാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിനൊരു ആൻറ്റി ഇൻകംബൻസി ക്യാരക്ടർ കേരളത്തിലുണ്ട്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കാനുള്ള സാധ്യത ഒന്നാമത്തെ ഘടകമാണ്. രണ്ടാമത്തേത്, അവിടെ UDF ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നാണ് പല UDF നേതാക്കളും ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. വോട്ടർ പട്ടികയുടെ ഒരു പേജിന് ഒരാൾ എന്നുള്ള നിലയിൽ എണ്ണയിട്ട യന്ത്രം പോലെ കുടുംബയോഗങ്ങളും മറ്റും നടക്കുകയാണ്. അതിൽ മുസ്ലിം ലീഗ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. മുൻകാലങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന് ആര്യാടനുമായിട്ടുള്ള, ആര്യാടൻ ഷൗക്കത്തായിട്ടായാലും ആര്യാടൻ മുഹമ്മദായിട്ടായാലുമുള്ള അകൽച്ച നമുക്കറിയാം. ഇത്തവണ മുസ്ലിം ലീഗ് അവരുടെ അണികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ആരാണ് സ്ഥാനാർത്ഥി എന്ന് നോക്കേണ്ട, ചിഹ്നം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത അതേ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണം. മറ്റെല്ലാ തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒഴിവാക്കി ഇത്തവണ ഇതൊരു ഡു ഓർ ഡൈ ബാറ്റിലാണെന്ന നിലയിൽ ലീഗും കോൺഗ്രസും അക്ഷരാർത്ഥത്തിൽ, നമ്മൾ ഭാഷയിൽ എണ്ണയിട്ട യന്ത്രം പോലെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അത്രയും മെനക്കെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് PV അൻവർ LDFന്റെ വോട്ട് പിടിക്കാനുള്ള സാധ്യതയാണ്. PV അൻവർ LDFന്റെ പരമ്പരാഗത വോട്ടുകളിലേക്ക് കടന്നു കയറുകയാണെങ്കിൽ അതും ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി വരാം. ഏറ്റവും ഒടുവിലത്തെ ഘടകം എന്ന് പറയുന്നത് അവസാന ലാപ്പിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളാണ്. ആ വിവാദങ്ങൾ, ഏറ്റവും ഒടുവിലെ RSS പരാമർശം അടക്കം ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്തിന് ഗുണകരമായി വന്നേക്കാം. ആടി നിൽക്കുന്ന വോട്ടുകളിൽ അതൊരു പ്രതിഫലനം ഉണ്ടാക്കിയേക്കാം. വിശേഷിച്ച് വിവിധ ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഒരു നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെ ഈ സംഘടനാ വിഷയങ്ങളിലും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ തുടങ്ങിയ ഘടകങ്ങളിലുമൊക്കെ വ്യത്യസ്ത അഭിപ്രായമുള്ളവർക്ക് ഒരു റാലിയിങ് പോയിന്റ് കിട്ടും ഈ വിഷയത്തോടെ എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ഇങ്ങനെ വ്യത്യസ്തമായ ഘടകങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ ഗുണകരമായ വിധത്തിലുണ്ട്. പ്രതികൂലമായ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അനുകൂലമായ ഘടകങ്ങളാണ് പറയുന്നത്. അതായത് എണ്ണയിട്ട യന്ത്രം പോലെ UDF പ്രവർത്തിക്കുന്നത് മാത്രമല്ല, അടിസ്ഥാന വോട്ട് ഒരു UDF മണ്ഡലമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഭരണവിരുദ്ധ വികാരം വരുന്നത് കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ അഭിലാഷ് വെക്കുന്നത്. പക്ഷേ ഭരണവിരുദ്ധ വികാരങ്ങൾ പലതായി ചിന്നിപ്പോകില്ലേ എന്നൊരു സംശയമുണ്ട്. സ്വാഭാവികമായിട്ടും SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അൻവർ നിൽക്കുന്നുണ്ട്. അൻവർ പിണറായി സത്തിനെതിരെയും സതീശനത്തിനെതിരെയുമാണ് നിൽക്കുന്നത്. അപ്പോൾ അൻവർ SDPI ഒപ്പം BJP മുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഒരു 3 മുഖങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോഴാണ് ആര്യാടൻ ഷൗക്കത്തും വരുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരങ്ങൾ ഭിന്നിച്ചു പോകുമ്പോൾ അതിൻ്റെ നേട്ടം ഒരുപക്ഷെ സ്വരാജിന് കിട്ടിയാലോ, അതല്ലാതെ അതിനെയും മറികടന്ന് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കാൻ വേണ്ടിയുള്ള സാധ്യത എന്താണ്? ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്ന് കരുതുന്നവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിലാഷ് നേരത്തെ പറഞ്ഞാൽ മണ്ഡലത്തിൻ്റെ സ്വഭാവമാണ്. ഞാൻ നിലമ്പൂരിൽ പോയപ്പോൾ ഒരു മാധ്യമപ്രവർത്തക സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം, അവിടെ ആ നിലമ്പൂരുകാരനാണ്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ജനിച്ച മതം എന്ന് പറയുന്നത് പോലെ ജനിച്ച രാഷ്ട്രീയം അതുള്ള ആൾക്കാരാണ് നിലമ്പൂരിലുള്ളത്. ഇപ്പം ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി ജയിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള വോട്ട് കിട്ടുന്നു. അത് അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ നിലപാടുകളുടെ കൂടി പേരിലാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിന് നിർണായകമായ ഒരു ശക്തിയുണ്ട് അവിടെ, അവരുടെ വോട്ട് കിട്ടുന്നു. പിന്നെ അപ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗുമായിട്ട് അദ്ദേഹത്തിനുള്ള പ്രശ്നം,
അത്തരത്തിലുള്ള രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം, അതൊക്കെ മുസ്ലിം ലീഗിൻ്റെതായിട്ടുള്ള ചില കേഡർ വോട്ടുകളെ അകറ്റി മാറ്റിയാലും ആ സമുദായത്തിൽ നിന്ന് ഒരു UDF-ൻ്റെതായ വോട്ടുകളും കൂടെ കിട്ടുമ്പോൾ ആര്യാടൻ മുഹമ്മദിന് വളരെ ഈസി കേക്ക് വാക്കായിരുന്നു പല തെരഞ്ഞെടുപ്പുകളിലും. 2011 ഒഴികെ 2011 തോമസ് മാത്യുവുമായിട്ട് മത്സരിക്കുമ്പോഴത്തേക്ക് വളരെ കുറഞ്ഞത്. അതിന് തൊട്ട് മുൻപ് മുസ്ലിം ലീഗുമായിട്ട് അതിശക്തമായ ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ കൂടിയാണ്. അപ്പം അത് കോൺഗ്രസ് വോട്ടുകളും കുറച്ച് നഷ്ടപ്പെടുത്തി, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് വോട്ടുകളും നഷ്ടപ്പെടുത്തി. അതല്ലാതെ UDF-ന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ്. പിന്നെ ഇത്തവണ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു കാര്യം ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ടുണ്ട്. പിന്നെ ഈ ആര്യാടൻ ഷൗക്കത്തിനെ എങ്ങനെയും ജയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മുസ്ലിം ലീഗ്, ഇപ്പൊ മുസ്ലിം ലീഗുമായിട്ട് ആര്യാടൻ മുഹമ്മദിന് പ്രശ്നമുണ്ടായിരുന്നത് പോലെ തന്നെ അവരുടെ ചില നിലപാടുകളെ ആര്യാടൻ ഷൗക്കത്തും എതിർത്തിരുന്നു. ഈ സമുദായത്തിലെ യാഥാസ്ഥിതിക വിഭാഗത്തോട് എതിരായിട്ടുള്ള നിലപാട് ആര്യാടൻ ഷൗക്കത്ത് എടുത്തിരുന്നു. അതൊക്കെ വോട്ട് നഷ്ടപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മുസ്ലിം ലീഗ് ഇതെല്ലാം നിങ്ങൾ മറന്നേക്കൂ, ഈ തവണ ആര്യാടൻ ഷൗക്കത്തിന് ജയിപ്പിച്ചേ പറ്റുള്ളൂ എന്ന ഒരു തീരുമാനവുമായി അവിടെ വരികയും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഈ UDF-ന്റെ സ്ഥാനാർത്ഥിയായ ഷൗക്കത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ്, അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് കോൺഗ്രസിനേക്കാൾ ഞങ്ങളുടെ വലിയ ആവശ്യമാണെന്ന്, രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ആവശ്യമാണെന്ന് ലീഗ് തിരിച്ചറിയുന്നുണ്ട്, ലീഗ് അണികൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തുടക്കത്തിലുണ്ടായ ചില പ്രശ്നങ്ങളും അതും ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് മുന്നിൽ തന്നെയുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ വർദ്ധിത വീര്യത്തോടെ മുസ്ലിം ലീഗ് അവിടെ നിൽക്കുന്നു. മുസ്ലിം ലീഗാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആര്യാടൻ ഷൗക്കത്തിനെ ഈ രീതിയിൽ ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, അല്ലെങ്കിൽ പ്രചരണ രംഗത്ത് ജയിക്കും എന്നത് പ്രതീതി ഉണ്ടാക്കുന്നതിന് മുസ്ലിം ലീഗാണ് അതിന്റെ ചാലകശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒത്തൊരുമിച്ച ഒരു പ്രവർത്തനം, മൊത്തത്തിലുള്ള രാഷ്ട്രീയ സ്ഥിതി, സർക്കാരിനെ കുറിച്ചുള്ള ജനങ്ങളുടെ ഇടയിലുള്ള അതൃപ്തി, അതുപോലെ തന്നെ ഈ അവിടെ ഒരു അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് കേട്ട ഒരു കാര്യം, പോലീസിലെ വർഗീയവൽക്കരണം, പോലീസിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കിയത്, ഇതൊക്കെ അവിടെ ഒരുപക്ഷെ ഒരു തരത്തിലെങ്കിലും യേശുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഷൗക്കത്തിന് ജയിക്കുകയാണെങ്കിൽ നിർണായകമായ ഘടകമായി മാറും എന്നാണ് ഞാൻ കരുതുന്നത്. അത് നമ്മൾ ജയിക്കുന്ന ഘടകങ്ങൾ പറയുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഷൗക്കത്തിന് ഒരു ഭീഷണി ഉയർത്തുന്ന ഘടകങ്ങൾ ഉണ്ടാകുമല്ലോ. അത് ഏത് സ്ഥാനാർത്ഥിക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് സ്വരാജ് വരുമ്പോൾ നല്ലൊരു രാഷ്ട്രീയ പോരാട്ടം, അതായത് സ്വതന്ത്രനെയൊന്നും വെച്ചൊരു ഭാഗ്യപരീക്ഷണമല്ല ഞങ്ങൾ പാലക്കാട് നടത്തിയ പോലെ നടത്തുന്നത്, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുവരുന്നു. അൻവറിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സ്വരാജിനെ പോലെ ഒരാളെ നിർത്തുന്നത്. അത് എത്രമാത്രം ആര്യാടൻ ഷൗക്കത്തിന് തിരിച്ചടിയാകും? അപ്പോൾ സ്വരാജിനെ സംബന്ധിച്ച് സ്വരാജിൻ്റെ അഡ്വാൻറ്റേജുകൾ പലതാണ്. സ്വരാജിനെ സംബന്ധിച്ച് സ്വരാജ് മുന്നോട്ട് വരികയാണെങ്കിൽ, ജയിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്വരാജിൻ്റെ വ്യക്തിപ്രഭാവമാണ്, സ്വീകാര്യതയാണ്. പാർട്ടി കേഡർമാർക്ക് സ്വരാജ് വരുന്ന കാര്യത്തിൽ വലിയ ആവേശമുണ്ട്. പാർട്ടി കേഡർമാരുടെയും പാർട്ടി അനുഭാവികളുടെയും വലിയ പിന്തുണ സ്വരാജിനുണ്ട്. അവരുടെ എല്ലാ ബന്ധങ്ങളും ഉപയോഗിച്ച് വോട്ട് സമാഹരിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ട്, പാർട്ടിക്ക് പുറത്ത് ജനസാമാന്യത്തിൽ സ്വരാജിനുള്ള സ്വീകാര്യത, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വഴിയും ചർച്ചകൾ വഴിയും എഴുത്തുകൾ വഴിയും ഒക്കെ വലിയ സ്വീകാര്യത യുവാക്കൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സ്വീകാര്യത, ആ തംസപ്പ് വോട്ടായി മാറുകയാണെങ്കിൽ, ആളുകൾ അവരുടെ പൊളിറ്റിക്കൽ പ്രിഫറൻസ് മാറ്റിവെച്ച് ഒരു വോട്ട് സ്വരാജിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ സ്വരാജിൻ്റെ സ്വീകാര്യതയാണ്, ഈ പറഞ്ഞ ആക്സെപ്റ്റബിലിറ്റിയാണ് സ്വരാജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചെക്ക് അവിടെ ഉള്ളത്. രണ്ടാമത്തെ കാര്യം, സ്വരാജ് ജയിക്കുകയാണെങ്കിൽ ജയിക്കാനുള്ള കാരണം ഭരണവിരുദ്ധ വോട്ടുകളുടെ ഡിവിഷൻ സംഭവിച്ചാൽ, സ്പ്ലിറ്റ് ഉണ്ടായാൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഞാൻ അവിടെ ഏറ്റവും ഒടുവിൽ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ അൻവറിൻ്റെ വോട്ട് 20,000-ന് മുകളിൽ പോകാം എന്നുവരെ പറയുന്നുണ്ട്. ഞാൻ 10,000-ൽ താഴെ 8,000-ൽ താഴെയുള്ള സംഖ്യയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ പലരോടും സംസാരിക്കുമ്പോൾ 20K മുകളിൽ വോട്ട് പോവാം എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ പല വിശാരദന്മാരുടെയും കണക്കനുസരിച്ച് അൻവർ 10 വോട്ട് പിടിക്കുമ്പോൾ അതിൽ 3 LDF-ൻ്റെതും 7 UDF-ൻ്റെതുമാണ് എന്നുള്ളതാണ്. അതായത് ഭരണവിരുദ്ധ വോട്ടുകൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലീസിൻ്റെ വിഷയം, അതുപോലെ തന്നെ മറ്റ് സർക്കാരിനെതിരെയുള്ള കാര്യങ്ങൾ, അൻവർ പറയുന്നത് പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം എന്നാണ്. അപ്പോൾ ആൻറ്റി പിണറായി വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് വരികയാണ് എങ്കിൽ അത് അൻവറിനെ തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം വ്യക്തിപരമായ അൻവറിനെ സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്വരാജിനെതിരെ വരാനിരുന്ന വോട്ടുകളിൽ ഒരു ഭാഗം അൻവറിലേക്ക് പോയാൽ അവിടെ സ്വരാജിന് നമുക്കൊരു സാധ്യത കൽപ്പിക്കാവുന്നതാണ്. ഏറ്റവും ഒടുവിലായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി വിവാദമാണ്. ജമാഅത്തെ ഇസ്ലാമി വിവാദം കൊണ്ട് പ്രചണ്ഡമായി, ഞാൻ CM-ന്റെ അവിടുത്തെ പ്രചരണ യോഗങ്ങൾ, കരുളായിയിൽ വലിയ നിരവധി ആളുകൾ, നമ്മൾ നോക്കത്താ ദൂരത്തോളം എന്നൊക്കെ പറയുന്ന വിധത്തിൽ വലിയ ആളുകൾ പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പിണറായി വിജയൻ പ്രസംഗിച്ച് തുടങ്ങുന്നത് തന്നെ ജമാഅത്തെ ഇസ്ലാമി വെച്ചിട്ടാണ്. ജമാഅത്തെ ഇസ്ലാമി വിഷയം ഉന്നയിക്കുന്നത് അദ്ദേഹം, അതായത് ഈ മുസ്ലിം ജനസമൂഹത്തിന് അകത്ത് നിന്നുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട 2 വാചകങ്ങൾ, ഒന്ന്
മാധ്യമം പത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ വിളിച്ചിരുന്നു, അദ്ദേഹം പോയില്ല. മീഡിയ വൺ ചാനലിൻ്റെ ഉദ്ഘാടനത്തിന് പാണക്കാട് ഹൈദരലി തങ്ങളെ ക്ഷണിച്ചിരുന്നു, അദ്ദേഹം പോയില്ല. അതായത് പരമ്പരാഗത മുസ്ലിങ്ങൾക്ക്, സുന്നി മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ UDF പുൽകിയിരിക്കുകയാണ് എന്ന് പറയുക വഴി അദ്ദേഹം പരമ്പരാഗതമായി UDF വോട്ട് ചെയ്തിരുന്ന വിഭാഗങ്ങളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സ്ട്രാറ്റജി വിജയിച്ചാൽ, അതായത് ജമാഅത്തിന് സർട്ടിഫിക്കറ്റ് നൽകി എന്നൊക്കെയുള്ള തരത്തിലുള്ള ആ വിവാദം വിജയിച്ചാൽ, അത് കൂടുതൽ ചർച്ചയായാൽ ആ വഴി ലഭിക്കാവുന്ന വോട്ടുകൾ കൂടി സ്വരാജ് കിട്ടുന്ന വോട്ട് സ്വരാജിനാണോ ലഭിക്കുക അതോ അൻവറിനാണോ ലഭിക്കുക? അൻവറിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് എന്തായാലും UDF വോട്ട് മൈനസ് ആവുകയാണല്ലോ അവിടെ ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന ഘടകങ്ങളൊക്കെ, ഇലക്ഷൻ എന്ന് പറയുന്നത് പലതരം പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണല്ലോ, ഈ പറയുന്ന ഘടകങ്ങളൊക്കെ ശരിയായി വർക്ക് ചെയ്താലാണ് സ്വരാജിന് അവിടെ സാധ്യതയുള്ളത്. ഇത് പൊതുബോധത്തിലുള്ളൊരു വോട്ടുണ്ട്. നമ്മളിപ്പോൾ എത്ര രാഷ്ട്രീയമായി ചിന്തിക്കുന്ന മണ്ഡലമാണെന്ന് പറഞ്ഞാലും നല്ല മഴയാണ്, നാളെ നല്ല മഴ നടക്കുന്ന ദിവസത്തോടെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഇത്ര മാസത്തേക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെ വോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് വരെ ആൾക്കാർ ചിന്തിക്കും. അപ്പോൾ അത്രമായ ഭയങ്കര കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധമുള്ളവർ മാത്രമാണോ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുക എന്നാണ് നമ്മൾ നിരീക്ഷിക്കുക. എങ്കിലും ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വരാജ് എന്ന സ്ഥാനാർത്ഥി LDF ഗുണകരമല്ലേ? അല്ലെങ്കിൽ സ്വരാജ് ഒരു വെല്ലുവിളിയാകില്ലേ ആര്യാടൻ ഷൗക്കത്തിന്? സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിൽ തന്നെ CPM വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ്. പൊതു തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ്, അവിടെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറിനെ തന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്ത് വന്നു കഴിഞ്ഞാലും ഏറ്റവും ഒരു ഹൈ വോൾട്ടേജിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റിനാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ CPM ഉദ്ദേശിച്ചത്. ഇപ്പോൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ബസ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മൊത്തത്തിൽ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലൊക്കെ ആണെങ്കിലും ഇത് സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ അത് സ്വരാജ് ജയിച്ചേക്കാം എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ കരുതുന്നവർ അടുത്ത് ആലോചിക്കേണ്ടത് സ്വരാജിന് ജയിക്കാനുള്ള വോട്ട് എവിടെ നിന്ന് വരും എന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ UDF മണ്ഡലമാണ്. അപ്പോൾ UDF വോട്ടുകളെ പിളർത്തി, അല്ലെങ്കിൽ UDF വോട്ടുകളെ ചോർത്തി അത് കോൺഗ്രസിൽ നിന്ന്, അതുപോലെ തന്നെ ലീഗിൽ നിന്ന്, പൊതുവായിട്ടുള്ള വോട്ടുകളിൽ നിന്ന് ചോർത്തി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നതിലാണ് സ്വരാജിന് ജയിക്കാൻ കഴിയുക. അപ്പോൾ കോൺഗ്രസിൽ ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ സ്ഥാനാർത്ഥിയായതുമായിട്ട് ബന്ധപ്പെട്ടും അവിടെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അപ്പോൾ VV പ്രകാശുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം, VV പ്രകാശിൻ്റെ കുടുംബത്തിനുണ്ടെന്ന് പറയുന്ന അതൃപ്തി, അത്തരത്തിലുള്ളൊരു അതൃപ്തി കോൺഗ്രസിലുണ്ടോ? VS ജോയിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആ വോട്ടുകൾ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും പാണക്കാട് കുടുംബത്തിനെതിരെയാണെങ്കിലും മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെയാണെങ്കിലും മുസ്ലിം ലീഗിനെതിരെയാണെങ്കിലും എടുത്തിട്ടുള്ള നിലപാടുകൾ, അത് മുസ്ലിം ലീഗിലുള്ള അതൃപ്തി ഇപ്പോഴും ഉണ്ടോ? അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് UDF വോട്ട് ചോർത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് M സ്വരാജ് ആയിരിക്കും. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം അഭിലാഷ് പറഞ്ഞു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇത്രയും ഭയങ്കര സജീവമാകുമ്പോൾ ഈ മുസ്ലിം ലീഗിൽ അല്ലെങ്കിൽ സമസ്തയിൽ ഒക്കെയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എതിർപ്പുണ്ട്. അതിനേക്കാൾ എതിർപ്പ് ഉള്ള ഒരു വിഭാഗം വോട്ടർമാർ ഒരു നിർണായകമായ ശക്തിയായിട്ട് അവിടെ ഉണ്ട്. അത് ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരാണ്. 10-27,000 വോട്ട് അവിടെ ഉണ്ട്. അവരുടെ ഇടയിൽ ഇത് എന്ത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാക്കും? അത് കൂടുതലായിട്ട് സ്വരാജിനെതിരെ സ്വരാജിന് അനുകൂലമായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും സ്വരാജിന് ഒരു അനുകൂല ഘടകമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മൊത്തത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ന്യൂനപക്ഷം കോൺഗ്രസിന് അനുകൂലമായിട്ടും UDF അനുകൂലമായിട്ടും CPM സർക്കാരിനുമൊക്കെ എതിരായിട്ടുമാണ് വോട്ട് ചെയ്തത്. അത്തരത്തിലുള്ള എതിർവികാരം പല വഴിക്ക് ഭിന്നിച്ചു പോയാൽ അതിൻ്റെയും ഗുണഭോക്താവ് സ്വരാജ് ആയിരിക്കും. അങ്ങനെ ഈ ഘടകങ്ങളെല്ലാം ഒത്തുചേർന്ന് കഴിഞ്ഞാൽ സ്വരാജ് ജയിച്ചുകൂടായെന്നില്ല. അങ്ങനെ സ്വരാജ് ആ രീതിയിൽ ജയിക്കും എന്ന് കരുതുന്നവർ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു വലിയൊരു വിഭാഗം ജനമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇത് രാഷ്ട്രീയമാണ്. ഏറ്റവും അവസാനം വന്ന് വീണ, അതായത് ജമാഅത്തെ ഇസ്ലാമി പ്രശ്നത്തിൽ വലിയ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കും എന്ന് കരുതിയ LDF, പക്ഷേ ഏറ്റവും അവസാന റൗണ്ടിൽ ഈ RSS പ്രശ്നം എടുത്തിട്ടതോടുകൂടി കിട്ടുമായിരുന്ന അഡ്വാൻറ്റേജ് കളഞ്ഞു കുളിച്ചോ എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ. എങ്കിലും ഇത് ഇത്തരം സജീവമായ രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ജനങ്ങൾ ചിന്തിക്കുന്ന പ്രശ്നമുണ്ട്. അതിൽ പ്രധാനമായിട്ടും മാൻ ആൻഡ് ഇൻഫ്ലുവൻസ് കോൺഫ്ലിക്റ്റ് ആണ്. അത് അതിഭീകരമായിട്ട് കത്തിച്ച് നിർത്തിയ ആളാണ് PV അൻവർ. അതിനുവേണ്ടിയാണ് അയാൾ ഭയങ്കര പോരാട്ടം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള വിഷയങ്ങൾ നമ്മളിപ്പോൾ രാഷ്ട്രീയമായി കാണാത്ത ഭരണകൂടത്തിൻ്റെ വീഴ്ചകളിലൂടെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇവയെല്ലാം തന്നെ ഒരു ജനത ഭയങ്കരമായി നേരിടുന്നുണ്ട്. അത് പൊതുബോധ വോട്ടുകളെ ബാധിക്കുമെങ്കിൽ അത് സ്വരാജിനായിരിക്കുമോ അനുകൂലം, അൻവറിനായിരിക്കുമോ, അതോ ആര്യാടൻ ഷൗക്കത്തിനായിരിക്കുമോ? ഇതിലിപ്പോൾ മത്സരം കൃത്യമായും സ്വരാജും ഷൗക്കത്തും തമ്മിലാണ്. അപ്പോൾ എൻ്റെ ഒരു സാധാരണ നിലയ്ക്ക് ഇങ്ങനെ ഒരു നേരിട്ടുള്ള പോരാട്ടം വന്നാൽ
മറ്റ് കക്ഷികൾ അപ്രസക്തരാവാറാണ് പതിവ്. അതായത് അവർക്ക് ന്യായമായും കിട്ടേണ്ട വോട്ട് കൂടി ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വീതിച്ചു പോകാനാണ് സാധാരണ നിലയിൽ സാധ്യത. അങ്ങനെയാണ് ഇലക്ഷൻസ്, പ്രത്യേകിച്ച് ബൈ ഇലക്ഷൻസ് സംഭവിക്കുക. പക്ഷേ ഇതിൽ സവിശേഷമായി എനിക്ക് തോന്നിയ, നിലമ്പൂർ പോയപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ വഴിക്കടവ്, പോത്തുകല്ല് മേഖലകളിൽ ഒക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് വളരെ റൂറൽ ആയിട്ടുള്ള തീർത്തും മലയോരമായ മേഖലകളിലേക്ക് പോകുമ്പോൾ അവിടെ പലരും സംസാരിക്കുന്നവർ അൻവറിൻ്റെ പേര് പറയുന്നു എന്നുള്ളത് കൗതുകകരമായി തോന്നി. ഞാനത് പ്രതീക്ഷിക്കാത്തതാണ്. അൻവറിൻ്റെ പേര് പറഞ്ഞവരെ നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഈ ആദിവാസി മേഖലകൾ, അതുപോലെയുള്ള സെറ്റിൽമെൻറ്റുകൾ, ഇവിടങ്ങളിലൊക്കെ അൻവറിന് സ്വാധീനമുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ അൻവർ MLA ആയി ഇപ്പോൾ 10 കൊല്ലം തികയ്ക്കാൻ പോകുന്നതിനിടയ്ക്കാണല്ലോ രാജിയൊക്കെ ഉണ്ടായത്. 9 കൊല്ലം MLA ആയിരുന്നു. അപ്പോൾ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളും മറ്റുമൊക്കെ ഉണ്ട്. അൻവർ മറ്റ് പല ഉപതെരഞ്ഞെടുപ്പുകളിലും മൂന്നാമത്തെ കക്ഷി അപ്രസക്തമാകുന്നത് പോലെ അത്ര അപ്രസക്തനാവുന്നില്ല എന്ന് എനിക്ക് തോന്നാൻ കാരണം ഈ പറഞ്ഞ ഘടകങ്ങളാണ്. അപ്പോൾ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ ഈ മലയോര മേഖലയിലെ വിഷയങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ തുടങ്ങിയവയുടെ ഗുണഭോക്താവായി ഒരു വിഭാഗം വോട്ടുകളെങ്കിലും പൂളി എന്ന വിധത്തിൽ അൻവർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ ഒരു തരത്തിൽ അപ്രവചനീയമായി മാറുന്നത്. ഇല്ലെങ്കിൽ ഇത് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസം ഞാൻ നിലമ്പൂരിൽ പോയത്, അന്നത് UDF ഒരു കേക്ക് വാക്കാണ് ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് മാത്രമാണ്. നമ്മളിപ്പോൾ പുതുപ്പള്ളിയിൽ കണ്ടതുപോലെ, അല്ലെങ്കിൽ തൃക്കാക്കരയിൽ കണ്ടതുപോലെ, പാലക്കാട് കണ്ടതുപോലെ ഒരു 15,000-ന് മുകളിൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ 20,000-ന് മുകളിൽ UDF അനായാസമായി ജയിക്കുന്ന ഒരു ഇലക്ഷൻ ആരാണ് സ്ഥാനാർത്ഥി എന്ന കേവല കൗതുകം മാത്രമേ ഉള്ളൂ എന്നാണ് കരുതിയിരുന്നത്. പിന്നീടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് നിലമ്പൂരിനെ അപ്രവചനീയമാക്കിയത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ഘടകങ്ങളുടെ അഡ്വാൻറ്റേജ് കൂടുതലായി ആർക്കാണ് കിട്ടുക എന്നുള്ളത് അറിയാൻ നമ്മൾ എന്തായാലും പെട്ടി പൊട്ടിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പ്, ഒന്ന് അരുവിക്കരയും ഒന്ന് നെയ്യാറ്റിൻകരയും, ഇവിടെ രണ്ടിടത്തും O രാജഗോപാൽ മത്സരിക്കുകയും നല്ല രീതിയിൽ വോട്ട് പിടിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ദുരന്തഫലം അനുഭവിച്ചത്, ഒന്ന് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു CPM-ന്. അതോടെ മറ്റ് അരുവിക്കര സിറ്റിംഗ് സീറ്റ് അല്ലായിരുന്നു എങ്കിൽ പോലും വിജയകുമാറിനെ പോലെയുള്ള തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു നേതാവിനെ നിർത്തിയിട്ടും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇതൊരു വലിയ ഘടകമായി. അപ്പോൾ അൻവർ ഫാക്റ്റ്, അതിനെ മറന്നുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രവചനം നടത്താൻ സാധിക്കില്ലല്ലോ. അൻവർ ഫാക്ടറിലേക്ക്, അല്ലെങ്കിൽ അൻവർ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇപ്പോൾ അരുവിക്കരയും അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയും, ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളും CPM തോറ്റു. തൊട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് അരുവിക്കര നടക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞ ഒരു കാര്യം ആ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചു. പോരാട്ടം കോൺഗ്രസും BJP-യും തമ്മിലാണ് എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ വല്ലാതെ തളർത്തി. CPM വിചാരിച്ച പോലുള്ള മുന്നേറ്റം ഉണ്ടായില്ല. അന്നത്തെ സ്ഥാനാർത്ഥി വിജയകുമാറിന്റെ സ്വന്തം വീടിരിക്കുന്ന, അതായത് അദ്ദേഹത്തിന്റെ കുടുംബ വീടിരിക്കുന്ന ബൂത്തിൽ പോലും അത് പുറകിൽ പോയി. വലിയ പരാജയം ഉണ്ടായി. BJP വലിയ രീതിയിലുള്ള 32,000 വോട്ട് വാങ്ങി. അന്ന് കോൺഗ്രസ് നേതൃത്വവും ഉമ്മൻചാണ്ടി വിചാരിച്ചത് ഇത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളം മൊത്തം ആവർത്തിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് നേരെ തിരിഞ്ഞുപോയി. അതുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം കേരളത്തിലെ രാഷ്ട്രീയത്തെ അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. ഇത് വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് മറ്റൊരു രാഷ്ട്രീയമായിരിക്കും, മറ്റു വിഷയങ്ങളായിരിക്കും, എല്ലാം ഉണ്ടാകും. അൻവർ ഫാക്ടർ, അൻവർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിയുമ്പോൾ PV അൻവർ എന്തായിരിക്കും? MLA സ്ഥാനമുണ്ടോ? ഇല്ല. വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിച്ചോ? ഇല്ല. UDF-ന്റെ ഭാഗമാകാൻ ശ്രമിച്ചു, നടന്നോ? ഇല്ല. അസോസിയേറ്റ് മെമ്പർ ഒന്നുമില്ല. ഏറ്റവും അവസാനം സ്വന്തമായി മത്സരിച്ച് ഇത്ര വോട്ട് പിടിച്ച്, അല്ലെങ്കിൽ ഇത്ര 10,000 അല്ലെങ്കിൽ എത്രയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൽ കുറവോ കൂടുതലോ അത്രയും വോട്ട് നേടിയ ഒരാൾ മാത്രമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ PV അൻവർ ചുരുങ്ങും എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു കാര്യം. ഈരാറ്റുപേട്ടയിൽ PC ജോർജ് എങ്ങനെ ചുരുങ്ങി ഇപ്പോൾ ഇരിക്കുന്നു, അതുപോലെ ഒരു മാറ്റവും PV അൻവറിലേക്ക് വരുമെന്നാണ്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് രീതികളിലും ചിന്തിക്കാൻ നമുക്ക്. എന്തായാലും ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾ ഏത് രീതിയിലായിരിക്കും വോട്ട് ചെയ്യാന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ജയപരാജയങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എങ്കിലും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റ് നിലമ്പൂരുണ്ടാകുമോ എന്നുള്ളതിന് ഇനിയും കാത്തിരിക്കണം.